റിനോവേഷനെ പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ 50% ഏരിയയെക്കാട്ടിലും കൂടുതൽ ടോട്ടലി നമുക്ക് വാൾസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ ഒരു നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് നോക്കുമ്പോൾ ഒരു 20% സേവിങ് ഒക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ അത് എല്ലാം കഴിയുമ്പോൾ അത് സ്റ്റിൽ പഴയ വീടായിട്ട് തന്നെയാണ് വാല്യുവേഷൻ പോവുക. പിന്നെ നമുക്ക് ആ സ്പേസസിന് നമ്മൾ എക്സിസ്റ്റിംഗ് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സിസ്റ്റിംഗ് വാള് ഡിമോളിഷ് ചെയ്യാൻ തന്നെ ഒരു എക്സ്ട്രാ കോസ്റ്റ് വരും. ആ ഡിമോളിഷ് ചെയ്യുമ്പോൾ അതിലത്തെ ഇലക്ട്രിക്കൽ വയറിംഗ് നഷ്ടപ്പെടും, ഇലക്ട്രിക്കൽ വേറെ ചെയ്യേണ്ടി വരും, എക്സിസ്റ്റിംഗ് ഫ്ലോറിംഗ് നമുക്ക് നഷ്ടപ്പെടും, അതും വേറെ ചെയ്യേണ്ടി വരും, പെയിന്റിങ്, പുട്ടി ആൻഡ് പെയിന്റിങ് അതും പലപ്പോഴും രണ്ടാമത് ചെയ്യേണ്ടി വരും. ഇതെല്ലാം കൂടി നോക്കി കഴിയുമ്പോൾ ആണ് നെറ്റ് റിസൾട്ട് ഇങ്ങനത്തെ ഒരു ഇതിലെത്തുന്നത്.